Hello dear students, welcome to the third lecture of the redemption of the preference share. In this lecture, we are going to discuss the third method of the redemption of the preference share. That means it's a combination of the first method and the second method. The first method, we already studied the first method, that is a fresh issue of share, the redemption in the form of the fresh issue of the share. The second method is the redemption out of the profit. And this method is a combination of the both two methods. That's the first one is redemption out of the fresh issue of the share and the profit. Okay, so let us discuss this method, that is redemption out of the fresh issue and the out of the profit. Okay, so once again, what do you mean by this redemption of the preference shares? So the redeem of preference shares means it is repayable after the expiry of the certain period. That type of the shares is known as the redeemable preference shares. That's a discretion of the company, can be repayable after the expiry of the certain period. That type of the shares is known as the redeemable preference shares. Okay, and this method is the redemption out of the fresh issue and the out of the profit. Its simple meaning is a combination of the two methods, that is a redemption out of the fresh issue of the share and the out of the profit. നമ്മൾ നേരത്തെ പഠിച്ച രണ്ട് മെത്തേഡിന് കോമ്പിനേഷൻ ആണ്. കാരണം ഇവിടെ നമുക്ക് രണ്ട് മെത്തേഡ് ഒരേ സമയം അപ്ലൈ ചെയ്യേണ്ടി വരും. കാരണം ക്വസ്റ്റ്യൻ ആ രീതിയിലായിരിക്കും വരാം. അപ്പോൾ ഒരേ സമയം നമുക്ക് രണ്ട് മെത്തേഡ് അപ്ലൈ ചെയ്യുന്നതിന് പറയുന്ന പേരാണ് ദാറ്റ് ഇസ് റിഡംഷൻ ഔട്ട് ഓഫ് ദ ഫ്രഷ് ഇഷ്യൂ ഓഫ് ദ ഷെയർ ആൻഡ് ഔട്ട് ഓഫ് ദ പ്രോഫിറ്റ്. This is the most practical method of the redemption. As per the current scenario, as a practical side, this is the most important element. This is the most practical method of the redemption. Under this method, the company can redeem the preference shares partly from the fresh issue of shares and partly out of the revenue profit. That means it's a combination of the both element of the fresh issue and the out of the profit. The type of the method is known as the redemption in the form of the fresh issue and the out of the profit. ഇവിടെ നമുക്ക് രണ്ട് മെത്തേഡും ഒരേ സമയം അപ്ലൈ ചെയ്യേണ്ടത്. ആദ്യത്തെ ലെക്ചറിൽ പഠിച്ചിട്ടുള്ള റിഡംഷൻ ഇൻ ദ ഫോം ഓഫ് ദ ഫ്രഷ് ഇഷ്യൂ ഓഫ് ഷെയർസും ആൻഡ് ദ റിഡംഷൻ ഔട്ട് ഓഫ് ദ പ്രോഫിറ്റ്, സെക്കൻഡ് മെത്തേഡിൽ പഠിച്ച റിഡംഷൻ ഔട്ട് ഓഫ് ദ പ്രോഫിറ്റ് നമുക്ക് ഒരേ സമയം അപ്ലൈ ചെയ്യേണ്ടതായിട്ട് വരും. ദാറ്റ് മെത്തേഡ് ഇസ് ദ റിഡംഷൻ ഔട്ട് ഓഫ് ദ ഫ്രഷ് ഇഷ്യൂ ഓഫ് ഷെയർസ് ആൻഡ് ദ പ്രോഫിറ്റ്. ഓക്കെ, ലെറ്റ്സ് സീ ദ സ്റ്റെപ്സ് റിഗാർഡിംഗ് ദ മെത്തേഡ്. എങ്ങനെയാണ് ഈ മെത്തേഡ് അപ്ലൈ ചെയ്യുന്നത്? ഇറ്റ്സ് എ മെത്തേഡ്. Okay, the first you determine the amount payable for the redemption of the preference shares. നമുക്കറിയാം, നമ്മൾ ആദ്യം ഫസ്റ്റ്ലി കാൽക്കുലേറ്റ് ചെയ്യുക നമുക്ക് എത്ര എമൗണ്ട് ആണ് റിഡംഷന് വേണ്ടി വേണം എന്നുള്ള നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ടു ഫൈൻഡ് ഔട്ട് ദ എമൗണ്ട് പേബിൾ ഫോർ ദ റിഡംഷൻ ഓഫ് ദ പ്രിഫറൻസ് ഷെയർ, ദാറ്റ്സ് ഫസ്റ്റ്ലി കാൽക്കുലേറ്റ്. ദെൻ ചിലപ്പോൾ അവിടെ ഫ്രഷ് ഇഷ്യൂലായിരിക്കും അവർ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്, ക്വസ്റ്റ്യൻ ചിലപ്പോൾ ഫ്രഷ് ഇഷ്യൂ പറഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എത്ര ഫ്രഷ് ഇഷ്യൂ ചെയ്യേണ്ടി വരും നമുക്ക് അവിടെ വെച്ച് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കും. കാരണം നിങ്ങൾ ആദ്യം ചെയ്യുന്നത് നിങ്ങൾക്ക് ടോട്ടൽ ആയിട്ടുള്ള റിഡംഷൻ പോയിന്റ് ഓഫ് പ്രിഫറൻസ് ഷെയർസ് റിഡീം ചെയ്യാൻ എത്ര എമൗണ്ട് വേണം നിങ്ങൾ ആദ്യം ഐഡന്റിഫൈ ചെയ്യുക. ചിലപ്പോൾ ക്വസ്റ്റിൽ പറഞ്ഞിട്ടായിരിക്കും അതിൽ ഫ്രഷ് ഇഷ്യൂ കൊടുക്കാൻ ഷെയർ ഇഷ്യൂ ചെയ്യാൻ പറഞ്ഞിട്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ ആ പോർഷൻ ഓഫ് ഷെയർസ് അവൾ ഐഡന്റിഫൈ ചെയ്യുക. ആൻഡ് സെക്കൻഡ് മെത്തേഡ് ഈസ് ഫ്രഷ് ഇഷ്യൂ ഓഫ് ഷെയർസ് മേഡ്, എത്രത്തോളം ഫ്രഷ് ഇഷ്യൂ ഷെയർസ് നിങ്ങൾ ആവശ്യമായിട്ട് വരുന്നതോടെ ഐഡന്റിഫൈ ചെയ്യും. ദാറ്റ് സെക്കൻഡ് സ്റ്റെപ്പ് ഈസ് ദ എമൗണ്ട് ദ ഫ്രഷ് ഇഷ്യൂ ഓഫ് ഷെയർസ് ടു ബി മെയ്ഡ്, നമുക്ക് അത് അവിടെ ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കും. ദെൻ തേർഡ് സ്റ്റെപ്പിൽ നിങ്ങൾ ചെയ്യേണ്ടത്, ഇനി നമുക്കറിയാം കുറച്ച് ഭാഗം നിങ്ങൾ ഷെയർ ആയിട്ട് ചെയ്തു, ഇനി ബാക്കി നിങ്ങൾ എടുത്തു കൊടുക്കേണ്ടത് പ്രോഫിറ്റ് നിന്നായിരിക്കും. സോ അസൈൻ ദ എമൗണ്ട് ടു ബി ട്രാൻസ്ഫർ ടു ദ ക്യാപിറ്റൽ റിഡംഷൻ റിസർവ്. അപ്പോൾ എത്രത്തോളം ഭാഗം നിങ്ങൾക്ക് പ്രോഫിറ്റ് നിന്ന് എടുക്കണം എന്നെങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്? സോ റിഡംഷൻ, അതായത് നിങ്ങൾ കുറച്ച് ഭാഗം ഷെയർ ആയിട്ട് ഇഷ്യൂ ചെയ്തു, ഇനി ബാക്കിയുള്ളത് പ്രോഫിറ്റ് നിന്ന് എടുത്ത് കൊടുക്കേണ്ടി വരും. അപ്പോൾ എങ്ങനെയാണ് പ്രോഫിറ്റ് നിന്ന് എടുക്കേണ്ടത് എന്ന് നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും? സോ റിഡംഷൻ ഔട്ട് ഓഫ് പ്രോഫിറ്റ് നിന്ന് എത്ര എടുക്കണം എന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ദ എമൗണ്ട് റിക്വയർഡ് ഫോർ ദ റിഡംഷൻ ഓഫ് ദ പ്രിഫറൻസ് ഷെയർസ് മൈനസ് the proceeds from the fresh issue of shares. നിങ്ങൾക്ക് ടോട്ടൽ ആവശ്യമായിട്ട് വരുന്ന റിഡംഷൻ ഔട്ട് ഓഫ് ദ പ്രിഫറൻസ് ഷെയർസ് മൈനസ് ദ പ്രൊസീഡ്സ്, എത്രത്തോളം നിങ്ങൾ ഷെയർ ആയിട്ട് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കഴിച്ച് വരുന്നതായിരിക്കും നിങ്ങൾ പ്രോഫിറ്റ് നിന്ന് എടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അങ്ങനെ നമുക്ക് പ്രോഫിറ്റ് നിന്ന് എത്ര എമൗണ്ട് എടുക്കണം, അതായത് നിങ്ങൾ റിസർവിന് എത്രത്തോളം എമൗണ്ട് എടുക്കണം എന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കും. നിങ്ങൾ ചെയ്യേണ്ടത് ഫസ്റ്റ് ഓഫ് ഓൾ ടു ഐഡന്റിഫൈ ദ എമൗണ്ട്, എത്രത്തോളം എമൗണ്ട് ആണ് നിങ്ങൾക്ക് റിഡംഷൻ ആവശ്യപ്പെടുന്നത് ഐഡന്റിഫൈ ചെയ്യുന്നു. ദെൻ അതിൽ നിങ്ങൾ ഷെയർ ആയിട്ട് എത്ര ഇഷ്യൂ ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾ ലെസ് ചെയ്യുന്നു. റിമൈനിങ് എമൗണ്ട് ആയിരിക്കും നിങ്ങൾ എവിടെ നിന്ന് എടുക്കേണ്ടി വരാം, നിങ്ങളുടെ പ്രോഫിറ്റ് നിന്ന് എടുക്കേണ്ടത്, ദാറ്റ് മീൻസ് റിസർവ് നിന്ന് എടുക്കേണ്ടതായിട്ട് വരാം. ദാറ്റ്സ് ഫസ്റ്റ് എലമെന്റ്. സപ്പോസ് ഞാൻ റിവേഴ്സ് വരാം. സപ്പോസ് ഇനി ചില സിറ്റുവേഷൻ നിങ്ങൾക്ക് പ്രോഫിറ്റിൽ നിന്ന് ഇത്ര ഭാഗം എടുക്കുന്നു, ഷെയറിനെ കുറിച്ച് ഒന്നും സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിരിക്കില്ല. ഇഫ് ദ പ്രൊസീഡ്സ് ടു ബി കളക്ടഡ് ഇൻ ദ ഫ്രഷ് ഇഷ്യൂ ഷെയർസ് നോട്ട് ഡിസൈഡ്, അതായത് ക്വസ്റ്റ്യനിൽ ഷെയറിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല, ഷെയർ എത്രയാണെന്ന് അവർ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടില്ല. ദെൻ പക്ഷെ പ്രോഫിറ്റിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് എത്രത്തോളം ഷെയർസ് ആണ് ആവശ്യമായിട്ട് വരുന്നത് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കും. ദാറ്റ് മീൻസ് പ്രൊസീഡ് ടു ബി കളക്ട് ഫ്രം ദ ഫ്രഷ്, എത്രത്തോളം ഷെയർ ആണ് കളക്ട് ചെയ്യുന്നത് എങ്ങനെ കണ്ടുപിടിക്കാം? ദ ടോട്ടൽ എമൗണ്ട് ഈസ് റിക്വയർഡ് ഫോർ ദ റിഡംഷൻ ഓഫ് ദ പ്രിഫറൻസ് ഷെയർസ് മൈനസ്
the redemption out of the profit. നിങ്ങൾക്ക് എത്രത്തോളം എമൗണ്ട് ആണ് റിഡംഷൻ ആവശ്യമായിട്ട് വരുന്നത്, അതിൽ നിന്ന് നിങ്ങളുടെ പ്രോഫിറ്റ് നിങ്ങൾ എത്ര എടുത്ത് കൊടുത്തു, അത് കഴിഞ്ഞ് വരുന്ന ബാക്കി എമൗണ്ട് ആയിരിക്കും നിങ്ങൾ ഷെയർ ആയിട്ട് ഇഷ്യൂ ചെയ്യേണ്ടത്. So that's a proceed to be collected from the fresh issue share equal to the amount required for the redemption of the preference shares minus your the redemption out of the profit. These are 4 important steps for calculating the elements in your this method. ഈ മെത്തേഡിൽ 4 സ്റ്റെപ്സ് നിങ്ങൾ വളരെയധികം അറിഞ്ഞു. ഈ പ്രത്യേകിച്ച് 2 എലമെന്റ്, third step and the fourth step is very important element. Once again, the first to identify determine the amount payable for the redemption of the preference shares. എത്രത്തോളം എമൗണ്ട് ആണ് റിഡംഷൻ ആവശ്യമായിട്ട് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യുന്നു. ആൻഡ് ദാറ്റ് മീൻസ് ചിലപ്പോൾ അവിടെ ഫ്രഷ് ഇഷ്യൂ ആണെന്ന് പറഞ്ഞിരിക്കുക, ചിലപ്പോൾ ക്വസ്റ്റിൽ പറയുന്നത് ഫ്രഷ് ഇഷ്യൂ ആയിട്ട് ഇത്ര എമൗണ്ട് കൊടുക്കുന്നു പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ദ പോർഷൻ ഓഫ് ദ റിഡംഷൻ ഔട്ട് ഓഫ് ഫ്രഷ് ഇഷ്യൂ നിങ്ങൾ ഐഡന്റിഫൈ ചെയ്ത് വെക്കുക. ദെൻ ഡിസൈഡ് ദ ഫ്രഷ് ഇഷ്യൂ ഓഫ് ഷെയർസ്, എത്രത്തോളം ഫ്രഷ് ഇഷ്യൂ നിങ്ങൾ ഷെയർ ഇഷ്യൂ ചെയ്യണം നിങ്ങൾക്ക് അവിടെ നിന്ന് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കും. ഇനി അങ്ങനെയാണെങ്കിൽ ഇനി നമുക്ക് ബാക്കി ഭാഗം ഫ്രഷ് ഇഷ്യൂ കുറച്ച് കൊടുത്തു, ഷെയറിന്റെ രൂപത്തിൽ കൊടുത്തു, ബാക്കിയുള്ളത് പ്രോഫിറ്റ് നിന്നാണ് കൊടുക്കേണ്ടത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എത്രത്തോളം പ്രോഫിറ്റ് നിന്ന് എടുക്കേണ്ടതായിട്ട് വരും അത് ഐഡന്റിഫൈ, റിഡംഷൻ ഔട്ട് ഓഫ് പ്രോഫിറ്റ് എത്രത്തോളം എടുക്കേണ്ട വരുന്ന ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഫോർമുലയാണ് ദ എമൗണ്ട് റിക്വയർഡ് ഫോർ ദ റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ് മൈനസ് പ്രൊസീഡ്സ് ഫ്രോം ദ ഫ്രഷ് ഇഷ്യൂ ഓഫ് ഷെയർസ്. നിങ്ങൾക്ക് ടോട്ടലായിട്ട് ആവശ്യമായിട്ട് വരുന്ന എമൗണ്ട്, റിഡംഷൻ ആവശ്യമായിട്ട് വരുന്ന എമൗണ്ട് മൈനസ് നിങ്ങൾ ഷെയർ ആയിട്ട് എത്ര ഇഷ്യൂ ചെയ്തിട്ട് അത് കഴിഞ്ഞ് വരുന്ന ബാക്കിയുള്ള എമൗണ്ട് ആയിരിക്കും നിങ്ങൾ പ്രോഫിറ്റ് നിന്ന് എടുക്കേണ്ടതായിട്ട് വരാം. ചിലപ്പോൾ അത് റിവേഴ്സും വരാം. ചിലപ്പോൾ ക്വസ്റ്റിൽ പറയാത് എന്തായിരിക്കും, നിങ്ങൾ പ്രോഫിറ്റിന് ഇത്ര ഭാഗം എടുത്തു, ഷെയറിനെ കുറിച്ച് സ്പെസിഫൈ ചെയ്ത് പറഞ്ഞില്ല. അപ്പോൾ അങ്ങനെയാണ് ഷെയർ അങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും. ഇറ്റ്സ് എ പ്രൊസീഡ്സ് കളക്ടഡ് ഫ്രം ദ ഫ്രഷ് ഇഷ്യൂ ഷെയർ ഈക്വൽ ടു ദ എമൗണ്ട് റിക്വയർഡ് ഫോർ ദ റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ് മൈനസ് ദ റിഡംഷൻ ഔട്ട് ഓഫ് ദ പ്രോഫിറ്റ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ടോട്ടൽ എമൗണ്ട് റിഡംഷൻ ആവശ്യമായിട്ട് വരുന്ന എമൗണ്ട്, അതിൽ നിങ്ങളുടെ പ്രോഫിറ്റ് എടുക്കുന്ന എമൗണ്ട് കുറച്ച് കഴിഞ്ഞ് ബാക്കിയുള്ള ഭാഗമായിരിക്കും നിങ്ങൾ ഷെയർ ആയിട്ട് ഇഷ്യൂ ചെയ്യുന്നത് വരാം. അപ്പോൾ ഇത് നമുക്ക് അവിടെ നിന്ന് കണ്ടുപിടിക്കാൻ സാധിക്കും. സോ ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ക്വസ്റ്റ്യനിൽ അങ്ങനെ എങ്ങനെ വേണമെങ്കിലും വരാം, അതനുസരിച്ച് നമുക്ക് അത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, then suppose if nothing is mentioned specifically in the question regarding the fund, ഫണ്ടിനെ കുറിച്ച് ക്വസ്റ്റ്യൻ ഒന്നും പറയുന്നില്ല, out of which redeemer preference shares have to be redeemed. അപ്പോൾ എങ്ങനെയാണ് റിഡീം ചെയ്യുന്ന ക്വസ്റ്റ്യൻ ഒന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെയാണെങ്കിൽ it should be assumed that the redemption has to be made out of the profit. ഇനി ക്വസ്റ്റ്യനിൽ റിഡംഷനെ കുറിച്ച് ഒന്നും തന്നെ പറയുന്നില്ലെങ്കിൽ നമുക്ക് അസ്യൂം ചെയ്യാൻ സാധിക്കും നിങ്ങൾ ആദ്യം കൺസിഡർ ചെയ്യേണ്ടത് ഇസ് റിഡംഷൻ ഔട്ട് ഓഫ് പ്രോഫിറ്റ് ആയിരിക്കും. ദാറ്റ്സ് ലോജിക്. ചില ക്വസ്റ്റ്യനിൽ നമുക്ക് പറയും എങ്ങനെയാണ് റിഡംഷൻ മെത്തേഡ്, അപ്പോൾ അതിന് പറഞ്ഞാൽ കുഴപ്പമില്ല. ചില ക്വസ്റ്റ്യനിൽ റിഡംഷൻ മെത്തേഡ് എങ്ങനെയാണെന്ന് പറയില്ല. അപ്പം പറയാത്ത സാഹചര്യങ്ങളിൽ ഇറ്റ് ഷുഡ് അസ്യൂം ദാറ്റ് റിഡംഷൻ ഹാസ് ടു ബി മെയ്ഡ് ഔട്ട് ഓഫ് പ്രോഫിറ്റ്. അത് ലാഭത്തിന് പ്രോഫിറ്റിൽ നിന്നാണ് എടുത്തു കൊടുക്കേണ്ടത്. ഷെയർ ആയിട്ടുള്ള ഇഷ്യൂ ചെയ്യേണ്ടത് പ്രോഫിറ്റിൽ നിന്നാണ് ആ റിഡംഷൻ എമൗണ്ടുകൾ മീറ്റ് ചെയ്യേണ്ടത്. ദാറ്റ് ഇസ് എ ഇമ്പോർട്ടൻറ്റ് നോട്ട്സ് റിഗാർഡിങ് യുവർ ദിസ് മെത്തേഡ്. ഈ മെത്തേഡിൽ ഏറ്റവും കൂടുതൽ അറിഞ്ഞിരിക്കുന്ന നോട്ടാണ് ഇത്. പ്രാക്ടിക്കലി ഏറ്റവും കൂടുതൽ ആവശ്യമാണ്. പലപ്പോഴും പല സിറ്റുവേഷനിലും എങ്ങനെയാണ് റിഡംഷൻ മീറ്റ് ചെയ്യുന്നത് പറയില്ല. പറയാത്ത സാധനങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ആദ്യം തന്നെ പ്രോഫിറ്റ് നിർത്തി കൊടുക്കാനായിട്ട് ശ്രമിക്കണം. ദാറ്റ്സ് ഇമ്പോർട്ടൻറ്റ് നോട്ട്സ് റിഗാർഡിംഗ് ദ പ്രോബ്ലത്തിൽ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗമാണ്. ഓക്കെ, ദീസ് ആർ ദ 4 important steps for the calculating the important steps regarding the calculation of the redemption of the preference shares. ഈ 4 steps ആണ് നമുക്ക് റിഡംഷൻ ഓഫ് ദ പ്രിഫറൻസ് ഷെയർസ് കോമ്പിനേഷനിൽ ചെയ്യുമ്പോൾ ആവശ്യമായിട്ട് വരാം. സോ വൺസ് അഗെയിൻ നിങ്ങൾ ടോട്ടൽ എമൗണ്ട് ഓഫ് റിഡംഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നു. ചിലപ്പോൾ ആ ക്വസ്റ്റിന് പറഞ്ഞിട്ടായിരിക്കും നിങ്ങൾ ഇവിടെ ഫ്രഷ് ഇഷ്യൂ ആദ്യം ചെയ്യുന്നതെന്ന് പറഞ്ഞിരിക്കും. അപ്പോൾ അങ്ങനെയാണ് ഫ്രഷ് ഇഷ്യൂവിൻ്റെ എമൗണ്ട് എങ്ങനെ വരുന്നു, എത്ര ഷെയർസ് വരും നിങ്ങൾ ഇവിടെ ഐഡന്റിഫൈ ചെയ്യുന്നു. ഇനി അതിനുശേഷം നമുക്കറിയാം ഫ്രഷ് ഇഷ്യൂ വെച്ചുകൊണ്ട് തികയുന്നില്ല. അപ്പോൾ നമുക്ക് ബാക്കിയുള്ളത് പ്രോഫിറ്റ് എടുക്കേണ്ടതായിട്ട് വരും. പ്രോഫിറ്റിന് എത്ര എടുക്കണം എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്? ദ എമൗണ്ട് റിക്വയർഡ് ഫോർ ദ റിഡംഷൻ പ്രിഫറൻസ് ഷെയർസ് മൈനസ് പ്രൊസീഡ് ഫ്രം ദ ഫ്രഷ് ഇഷ്യൂ ഷെയർസ്. നിങ്ങൾക്ക് ടോട്ടലായിട്ട് എമൗണ്ട് എത്രത്തോളം ആവശ്യമായിട്ട് വരുന്നു, അതിൽ നിന്ന് നിങ്ങൾ എത്ര ഫ്രഷ് ഇഷ്യൂ എത്ര എമൗണ്ട് ഓഫ് ഷെയറിൻ്റെ രൂപത്തിൽ ഇഷ്യൂ ചെയ്തു, ബാക്കിയുള്ളതായിരിക്കും പ്രോഫിറ്റിന് എടുത്ത് കൊടുക്കുക. ഇനി നേരെ തിരിച്ചും വരും. ചില സിറ്റുവേഷനിൽ പ്രോഫിറ്റിന് എടുത്ത് കൊടുക്കാൻ പറയും, ബാക്കിയുള്ള ഷെയർ ആയിട്ട് ഇഷ്യൂ ചെയ്യുന്നത് പറയും. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ഷെയർ കണ്ടുപിടിക്കുക? പ്രൊസീഡ് ടു ബി കളക്ട് ഓഫ് ദ ഫ്രഷ് ഇഷ്യൂ ഷെയർസ് ഈക്വൽ ടു ദ എമൗണ്ട് റിക്വയർഡ് ഫോർ ദ റിഡംഷൻ പ്രിഫറൻസ് ഷെയർസ് മൈനസ് ദ റിഡംഷൻ ഔട്ട് ഓഫ് പ്രോഫിറ്റ്. ടോട്ടൽ എമൗണ്ട് റിഡംഷൻ ആവശ്യമായിട്ട് വരുന്ന എമൗണ്ട് നിങ്ങൾ എത്രത്തോളം പ്രോഫിറ്റിന് കൊടുത്തു, ബാക്കിയുള്ളതായിരിക്കും ഷെയറിൻ്റെ രൂപത്തിൽ കൊടുക്കേണ്ടതായിട്ട് വരാം. ആൻഡ് ദിസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് നോട്ട്. ഇനി എന്നും സ്പെസിഫൈ ചെയ്ത് പറയുന്നത് നിങ്ങൾക്ക് അസ്യൂം ചെയ്യാൻ പറ്റും റിഡംഷൻ ഹാസ് ടു ബി മെയ്ഡ് ഔട്ട് ഓഫ് ദ പ്രോഫിറ്റ്. ദീസ് ആർ സ്റ്റെപ്സ് റിഗാർഡിംഗ് ദ കാൽക്കുലേഷൻ. അപ്പോൾ നമുക്കറിയാം ഇവിടെ 2 മെത്തേഡ് ഉണ്ട്. ഒന്ന് റിഡംഷൻ ഇൻ ദ ഫോം ഓഫ് ദ ഫ്രഷ് ഇഷ്യൂ ഷെയർസും റിഡംഷൻ ഇൻ ദ ഫോം ഓഫ് ദ പ്രോഫിറ്റും ഉണ്ട്. ഓക്കെ, സോ വൺസ് അഗെയിൻ നമ്മൾ നേരത്തെ പറഞ്ഞ ജേണൽ എൻട്രീസ് ഒക്കെ ഒന്നുകൂടി ഒന്ന് റിഫ്രഷ് ചെയ്യണം. ഓക്കെ, ദ ഫസ്റ്റ് മെത്തേഡ് ദ റിഡംഷൻ ഔട്ട് ഓഫ് ദ ഫ്രഷ് ഇഷ്യൂ ഓഫ് ഷെയർസ്. നമുക്ക് ആദ്യം പറഞ്ഞു അതിൽ എന്തൊക്കെ ജേണൽ എൻട്രി വന്നു. അതിൽ ഫസ്റ്റ് എൻട്രി ആയിരുന്നു ബീങ് ദ ന്യൂ ഇഷ്യൂ ഓഫ് ദ റിഡീം പ്രിഫറൻസ് ഷെയർസ്. വാട്ട് ഇസ് ദ ജേണൽ എൻട്രി? ദ ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു റിഡീമർ പ്രിഫറൻസ് ഷെയർസ് ക്യാപിറ്റൽ അക്കൗണ്ട്.
Then second one is a redeemer preference shares are partly paid up to make them fully paid up. The journal entry is a preference share final call account debted to the preference share capital, and the second entry is a bank account debted to the preference share final call. So ഓരോ മെത്തേഡിൽ നമ്മൾ ആദ്യം പഠിച്ച ഒന്നുകൂടി റിവൈൻഡ് ചെയ്യണം. ഇറ്റ്സ് റിഡംഷൻ ഔട്ട് ഓഫ് ദ ഫ്രഷ് ഷെയർ. ഈ രണ്ട് എൻട്രിയാണ് ആദ്യം വരാം. ആൻഡ് ദ തേർഡ് എൻട്രി ഷെയർ ആയിട്ട് ഇഷ്യൂ ചെയ്യാം. ഷെയർ മേ ബി അറ്റ് അല്ലെ ഇക്വിറ്റി ഷെയർസ് ഇഷ്യൂ ചെയ്യുക, പ്രിഫറൻസ് ഷെയർ. മോസ്റ്റ്ലി നമ്മൾ പ്രിഫറൻസ് ഷെയർസ് ആണ് കൂടുതൽ ഇഷ്യൂ ചെയ്യുക, സോറി ഇക്വിറ്റി ഷെയർസ് ആണ് നോർമലി ഇഷ്യൂ ചെയ്യുക. സോ ഇക്വിറ്റി ഷെയർ ഇഷ്യൂഡ് അറ്റ് പാർ ആയിരിക്കാം, അറ്റ് പ്രീമിയം ആയിരിക്കാം, അറ്റ് ഡിസ്കൗണ്ട് ആയിരിക്കാം. ദീസ് ആർ ദ എൻട്രീസ് റിഗാർഡിംഗ് അറ്റ് പാർ, അറ്റ് പ്രീമിയം, അറ്റ് ഡിസ്കൗണ്ട്. ദെൻ റിഡംഷൻ പോകുമ്പോൾ രണ്ട് രീതിയിൽ വരാം. ആ മെത്തേഡിൽ നമുക്ക് പഠിച്ചിട്ടുണ്ടായിരുന്നു. അറ്റ് പാർ, അറ്റ് പ്രീമിയം. റിഡംഷൻ അറ്റ് പാർ ആണെങ്കിൽ റിഡീം പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് അറ്റ് ടു പ്രിഫറൻറ്റ് ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട്. That is a par. At a premium ആണെങ്കിൽ the redeemer preference share capital account that to premium on the redemption of the preference shares account at preference shareholders account. ഇനി ഒരു അഡീഷണൽ എൻട്രി വരുന്നത് പ്രീമിയത്തിന് മാത്രമാണ്. പ്രീമിയത്തിലാണ് മാത്രമാണ് നിങ്ങൾ ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ the premium paid on the redemption of the security premium account and profit and loss account and the general reserve account. നേരത്തെ പഠിച്ചു. ഈ എൻട്രി എഴുതുമ്പോൾ പ്രീമിയത്തിൽ വരും മാത്രം അഡീഷണൽ എൻട്രി വരും. This entry is only applicable when the preference shares are redeemable at a premium. പ്രീമിയത്തിൽ വരും മാത്രമേ നമുക്ക് ഈ എൻട്രി ഇവിടെ ആവശ്യമായിട്ട് വരുന്നുള്ളൂ. The entry is security premium account, surplus account, P&L account, general reserve account to the premium on the redemption of the preference shares. And the last entry is the payment will be made to the preference shareholders account to the bank. And these are the entries leading the first method, that's redemption out of the fresh issue of the shares. Okay. Then second method is the redemption out of the profit. നേരത്തെ പറഞ്ഞു പ്രോഫിറ്റ് മെത്തേഡ് ഉണ്ട്. സോ പ്രോഫിറ്റ് മെത്തേഡ് ദ ഫസ്റ്റ് എൻട്രീസ് ആർ കോമൺ എൻട്രി. നേരത്തെ അതേ മെത്തേഡിൽ അതേ എൻട്രീസ് തന്നെ. ദ ഫസ്റ്റ് എൻട്രീസ് റിഗാർഡ് ദ ഇഷ്യൂ ഓഫ് ദ റിഡീം പ്രിഫറൻസ് ഷെയർസ് ആൻഡ് ദ പാർട്ട്ലി പെയ്ഡ് അപ്പ് ഷെയർസ് ടു ദ ഫുള്ളി പെയ്ഡ് അപ്പ്. ഓക്കെ. ദെൻ വെൻ ദ പ്രിഫറൻസ് ഷെയർസ് റിഡീംഡ് അറ്റ് പാർ ആയിരിക്കും. പാർ ആണെങ്കിൽ ശ്രദ്ധിക്കുക, നമുക്കറിയാം ഇവിടെ ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് ആണ്. സെക്കൻഡ് മെത്തേഡ് ഈസ് ഔട്ട് ഓഫ് ദ പ്രോഫിറ്റ്. സോ ഇമ്പോർട്ടൻറ്റ് എലമെന്റ് ഈസ് ക്യാപിറ്റൽ റിഡംഷൻ റിസർവ്. ദിസ് ഇസ് സർപ്ലസ് അക്കൗണ്ട്, P&L account, general reserve account to the capital reduction account. These entries are same. നേരത്തെ നമ്മുടെ ഫ്രഷ് ഇഷ്യൂ ഷെയറിൽ വന്ന അതേ എൻട്രീസ് തന്നെയാണ്, അറ്റ് പാറിൽ വന്നിട്ടുള്ള അതേ എൻട്രീസ് തന്നെയാണ് ഇവിടെ നമ്മൾ എഴുതേണ്ടതായിട്ട് വരും. ദെൻ ദ ചാൻസ് ഫോർ ദ പ്രീമിയം. പ്രീമിയത്തിലാണെങ്കിൽ ഈ എൻട്രി സെയിം തന്നെ, സർപ്ലസ് അക്കൗണ്ട് ടു ജനറൽ റിസർവ് അക്കൗണ്ട് ടു ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് അക്കൗണ്ട്. ഇതിൽ മാറ്റില്ല. ദെൻ സെക്കൻഡ് എൻട്രി അഡീഷണൽ പറഞ്ഞു പ്രീമിയം ആണെങ്കിൽ പ്രീമിയം സെപ്പറേറ്റ്ലി ട്രീറ്റ് ചെയ്യണം. പ്രീമിയം it's a security premium, then profit and loss account, surplus account, and the capital reserve account that to the premium on the redemption. It's only for the premium മാത്രം റിലേറ്റഡ് എൻട്രി ആണ്. ഓൺ റിഡംഷൻ ഈ രണ്ട് എൻട്രീസും സെയിം തന്നെയാണ്. ഫസ്റ്റ് മെത്തേഡിൽ വന്നിട്ടുള്ള അതേ എൻട്രീസ് തന്നെയാണ്. ദാറ്റ് ഈസ് വൺ സെക്കൻഡ് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഫസ്റ്റ് മെത്തേഡിൽ വന്ന അതേ എൻട്രീസ് തന്നെയാണ്. ദാറ്റ്സ് പ്രീമിയം. ഓക്കെ. സോ as a premium, and last one is a payment will made to the preference shareholders. There is the preference shareholders account debted to the bank. Okay. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞത് നിങ്ങൾ ആദ്യം പഠിച്ച രണ്ട് മെത്തേഡ്സ്, ദ റിഡംഷൻ ഔട്ട് ഓഫ് ദ ഫ്രഷ് ഇഷ്യൂ ഓഫ് ഷെയർസ് ജേർണൽ എൻട്രീസും ആൻഡ് സെക്കൻഡ് മെത്തേഡ് നമ്മൾ പഠിച്ച റിഡംഷൻ ഔട്ട് ഓഫ് ദ പ്രോഫിറ്റ് ജേർണൽ എൻട്രീസുമാണ് ഇവിടെ സ്പെസിഫൈ ചെയ്ത് ഒന്ന് പറഞ്ഞത്. ഓക്കെ. ഫോർ ദ നമുക്ക് ജസ്റ്റ് റികളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞതാണ്. ഈ എൻട്രീസ് ഓർമ്മയിൽ വരണം. ഓക്കെ. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള method, third method is redemption out of the fresh issue of shares and the profit. So let us discuss a problem. X Limited had the part of its share capital in 1000 redeemable preference shares of ₹100 each. X Limited has a part of the share capital, that is 1000 redeemed preference shares of ₹100 each. The shares have now become due for the redemption. So they have the redeemed preference shares and these shares have due for the redemption repayment. It has discovered that the company reserves fund amounted to 75,000 and ₹50,000 out of which has been decided to utilize in connection with redemption. The balance being met out of the fresh issue of the sufficient number of the equity shares of ₹20 each, fully paid up. You are required to give the necessary journal entries to record the above transaction. There's a question. X Limited na കയ്യിൽ redeemable preference shares ഉണ്ട്. That 1000 redeemed preference shares ₹100 each അവരുടെ കയ്യിലുണ്ട്. അവർ redeem ചെയ്യാൻ തീരുമാനിക്കുകയാണ്. redeem ചെയ്യാൻ തീരുമാനിച്ചപ്പോൾ അവർ മനസ്സിലാക്കിയ കാര്യം അവരുടെ കയ്യിൽ റിസർവ് ഉണ്ട്. റിസർവ് മീൻസ് അവരുടെ കയ്യിൽ പ്രോഫിറ്റ് ഉണ്ടായിരിക്കും. ദാറ്റ്സ് എ റിസർവ്. 75,000 റിസർവ് ഉണ്ട്. അതിന് 50,000 രൂപ
50,000 ഔട്ട് ഓഫ് വിച്ച് ഹാസ് ബി ഡിസൈഡ് 50,000 രൂപ അവർ റിഡംഷന് വേണ്ടി യൂസ് ചെയ്യാനായിട്ട് താല്പര്യപ്പെടുന്നുണ്ട്. 75,000 റിസർവ് ഉണ്ട്, അതിൽ 50,000 രൂപ അവർ എന്താണ് റിഡംഷൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നു, കാരണം റിഡംഷന് വേണ്ടി യൂട്ടിലൈസ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ബാലൻസ് വരുന്ന എമൗണ്ട് അവരുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ ഇക്വിറ്റി ഷെയർസ് ഇഷ്യൂ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. കമ്പനി താല്പര്യപ്പെടുന്നത് പിന്നീട് ബാലൻസ് എമൗണ്ട് കണ്ടെത്താനായിട്ട് ഇക്വിറ്റി ഷെയർസ് ഇഷ്യൂ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അത് എത്രയാണ്? ₹20 ഈച്ച്, 20 രൂപ ഫേസ് വാല്യൂ വരുന്ന ഇക്വിറ്റി ഷെയർസ് ഇഷ്യൂ ചെയ്യാനാണ് പറയുന്നത്. ഇറ്റ്സ് ഫുള്ളി പെയ്ഡ്. യു ആർ റിക്വയർഡ് ടു ഗിവ് ദ നെസസറി ജേർണൽ എൻട്രീസ് ടു റെക്കോർഡ് ദ ട്രാൻസാക്ഷൻ. അപ്പോൾ നമുക്കറിയാം നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എത്രയാണ് റിഡംഷൻ ആവശ്യമായിട്ട് വരുന്ന എമൗണ്ട് അത് കണ്ടുപിടിക്കണം. സോ ഇറ്റ്സ് റിഡീമബിൾ പ്രിഫറൻസ് ഷെയർസ്. So we can calculate the redemption amount. It's 1,000 redeemed preference shares, ₹100. That is fully paid up. That 1,000 into 100. That's a 1 lakh. 1 lakh is the amount required for the redemption of the preference shares. Okay. So let's see this method. That's the steps. So find out the amount payable for the redemption of the preference shares. Okay. So here that is amount required for the redemption of the preference shares. The 1 lakh, this amount required for. And here it has been discovered the company reserve fund 75,000, 50,000 of which has been desired for the utilization connection with redemption. 50,000 റിസർവ് എടുക്കുന്നുണ്ട്. ഇപ്പോൾ റിഡംഷൻ ഔട്ട് ഓഫ് പ്രോഫിറ്റ് വരുന്നുണ്ട്. 50,000 രൂപ പ്രോഫിറ്റ് എടുക്കുന്നുണ്ട്. 50,000 രൂപ കമ്പനി പ്രോഫിറ്റ് എടുത്ത് കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ബാക്കിയുള്ളത് അവരുടെ അടുത്ത് ഷെയർ ഇഷ്യൂ ചെയ്യാനാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് അറിയേണ്ടത് ബാക്കി എത്ര എമൗണ്ട് ആവശ്യമായിട്ട് വരും എന്ന് കണ്ടുപിടിക്കാനായിട്ട്, അതായത് ഷെയറിൻ്റെ എമൗണ്ട് കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്കറിയാം ഇവിടെ നമ്മൾ ഫോർമുലാസ് പഠിച്ചിട്ടുണ്ട്. സോ ഹിയർ ഇസ് നമുക്ക് ആവശ്യം പ്രൊസീഡ്സ് കളക്റ്റഡ് ഇൻ ദ ഫോം ഓഫ് ദ ഫ്രഷ് ഇഷ്യൂ ആണ് ഇനി കണ്ടുപിടിക്കണം. അപ്പോൾ എന്ത് ചെയ്യണം? ദ എമൗണ്ട് റിക്വയർഡ് ഫോർ ദ റിഡംഷൻ ഓഫ് ദ പ്രിഫറൻസ് ഷെയർസ് മൈനസ് റിഡംഷൻ ഔട്ട് ഓഫ് ദ പ്രോഫിറ്റ്. അപ്പോൾ ഇതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ. സോ ലിസൺ, ദ പ്രൊസീഡ് ടു ബി കളക്ട് ഇൻ ദ ഫോം ഓഫ് ദ ഫ്രഷ് ഇഷ്യൂ എങ്ങനെ കണ്ടുപിടിക്കുക? ദ എമൗണ്ട് റിക്വയർഡ് ഫോർ ദ റിഡംഷൻ ഓഫ് ദ പ്രിഫറൻസ് ഷെയർസ് ഇസ് 1 lakh. ദെൻ മൈനസ് ദ റിഡംഷൻ ഔട്ട് ഓഫ് ദ പ്രോഫിറ്റ്. 50,000 എന്നാണ് പ്രോഫിറ്റ് എന്ന് കൊടുക്കുന്നത്. അപ്പോൾ പ്രൊസീഡ്സ് ടു ബി കളക്റ്റഡ് ഇൻ ദ ഫ്രഷ് ഇഷ്യൂ ഓഫ് ഷെയർസ് ₹50,000 in collected in the form of the fresh issue of the shares. So that is the same logic. ആ ഫോർമുലയിൽ വന്നിട്ടുള്ള അതേ ലോജിക്കാണ്. The proceeds to be collected from the amount required for the redemption of the preference shares minus redemption out of the profit. We apply the same formula here for calculating the fresh issue of shares. 50,000 രൂപയാണ് നമുക്ക് ഫ്രഷ് ഇഷ്യൂ ആയിട്ട് കണ്ടെത്തേണ്ടതായിട്ട് വരാം. That is logic. So once again, the first to try to identify the amount required for the redemption of the preference shares. So the 1,000 redeemed preference shares ₹100 each. So the amount is 1 lakh. The 1 lakh is the amount required for the redemption. Then the company decided 50,000 has been utilized for this purpose from the profit. 50,000 അവർ റിസർവിൽ നിന്ന് എടുക്കുന്നുണ്ട്. So 50,000 out of the profit. The balance met for the fresh issue of share. അവർ പറയുന്നത് ബാക്കിയുള്ളത് നിങ്ങൾ ഷെയർ ആയിട്ട് കണ്ടെത്താൻ പറഞ്ഞിട്ട്. അപ്പം അങ്ങനെ ഷെയർ ആയിട്ട് എത്രത്തോളം എമൗണ്ട് കണ്ടെത്തേണ്ടതായിട്ട് വരും. So that is a proceed collected in the form of the fresh issue shares. That's amount required for the redemption preference shares 1 lakh minus redemption out of the profit 50,000. So the amount is 50,000. 1 lakh minus 50,000. So 50,000 collected in the form of the fresh issue of shares. ഓക്കെ. അപ്പോൾ നമുക്ക് ഈ എമൗണ്ട് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങൾ ഷെയറിന്റെ രൂപത്തിൽ എത്രത്തോളം എമൗണ്ടിൽ ക്രിയേറ്റ് മീൻസ് കണ്ടെത്തണം. ഷെയർ ഇഷ്യൂ ചെയ്തുകൊണ്ട് എത്രത്തോളം എമൗണ്ടിൽ കണ്ടെത്തണം. So here there is the very important element, the sufficient number equity shares of ₹20 each. അതിന്റെ ഫേസ് വാല്യൂ 20 രൂപയാണ്. അവർ ഉദ്ദേശിക്കുന്നത് പുതിയതായി ഇഷ്യൂ ചെയ്യാൻ പോകുന്ന ഷെയർസ് ഇക്വിറ്റി ഷെയർസിന്റെ ഫേസ് വാല്യൂ 20 രൂപയാണ്. അങ്ങനെയാണെങ്കിൽ എത്ര ഷെയർസ് ഇഷ്യൂ ചെയ്യണം? ദാറ്റ്സ് എ ക്വസ്റ്റ്യൻ. സോ കാൽക്കുലേറ്റ് ദ ഫ്രഷ് ഇഷ്യൂ ഓഫ് ദ സഫിഷ്യന്റ് നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ്. എത്ര ഇക്വിറ്റി ഷെയർസ് ഇഷ്യൂ ചെയ്യണം? ദാറ്റ് മീൻസ് യുവർ ടോട്ടൽ എമൗണ്ട് റിക്വയർഡ് ഫോർ ദ റിഡംഷൻ ദാറ്റ് ഈസ് 50,000. നമുക്കറിയാം ഇനി 50,000 ആണ് ഷെയർ രൂപത്തിൽ വേണ്ടത്. ഡിവൈഡ് ബൈ ദ ഫേസ് വാല്യൂ 20 is the face value is given in the question. So 2,500 equity shares. 2,500 equity shares is to be issued for the collecting the amount through the fresh issue. അതായത് 50,000 രൂപ കളക്ട് ചെയ്യണമെങ്കിൽ എത്രത്തോളം ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നത് കണ്ടെത്തണം. 50,000 രൂപയാണ് നമുക്ക് ഷെയർ രൂപത്തിൽ ആവശ്യമായിട്ട് വരുന്നത്. 50,000 രൂപ കിട്ടണമെങ്കിൽ എത്ര ഷെയർസ് ഇഷ്യൂ ചെയ്യണം? ഷെയറിന്റെ ഫേസ് വാല്യൂ പറഞ്ഞു 20 ആണ്. അങ്ങനെയാണെങ്കിൽ 50,000 ഡിവൈഡ് ബൈ 20 2,500 ഇക്വിറ്റി ഷെയർസ് ഇവിടെ നമ്മൾ ഇഷ്യൂ ചെയ്യേണ്ടതായിട്ട് വരും. സോ ദാറ്റ് ഇസ് ലോജിക്. ഇത് നിങ്ങളുടെ മനസ്സിലുണ്ട്. ഇതാണ് ഇതിലത്തെ ലോജിക്. കാരണം ഇവിടെ രണ്ട് മെത്തേഡ്സും പറയുന്നുണ്ട്. ഒന്ന് പ്രോഫിറ്റ് എടുത്ത് കൊടുക്കുന്നു. 1 ഈസ് എ പ്രോഫിറ്റ് 50,000 എടുത്തു. ബാക്കിയുള്ളത് നിങ്ങൾ ഷെയർ ആയിട്ട് ഇഷ്യൂ ചെയ്യാനായിട്ട് പറഞ്ഞത്. അപ്പം നമ്മളത് ഐഡന്റിഫൈ ചെയ്ത് കൊണ്ടുവരണം. അപ്പം ഇങ്ങനെയാണ് അതിൻ്റെ കാൽക്കുലേഷൻസ് വരണത്.
ഓക്കെ. സോ ഇനി ഇവിടെ റിഡംഷൻ എങ്ങനെ ചെയ്യണതിനെ കുറിച്ചൊന്നും പറഞ്ഞില്ല. ദ കമ്പനി ഡിസൈഡ് ടു റിഡംഷൻ നമ്മൾ നേരത്തെ റിഡംഷൻ എങ്ങനെയാണ് ഇപ്പോൾ ചെയ്യുന്നത് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും അറ്റ് പാറായിട്ട് അസ്യൂം ചെയ്യും. റിഡംഷൻ ഇവിടെ പറഞ്ഞിട്ടില്ല, എങ്ങനെയാണെന്ന് പറഞ്ഞിട്ടില്ല. സോ ക്യാൻ ബി അസ്യൂം ഇറ്റ്സ് എ പാർ, റിഡംഷൻ ഔട്ട് ഓഫ് ദ പാറാണ്. ഓക്കെ. ലെറ്റ്സ് മൂവ് വിത്ത് ജേണൽ എൻട്രി. അല്ലേ, ഇവിടെ ഷെയർസ് ഫുള്ളി പെയ്ഡ് അപ്പ് ആണ്, അതുകൊണ്ട് ഒന്നിനും അതിനെ കുറിച്ച് വറീഡ് ആവേണ്ട ആവശ്യമില്ല. ഷെയർസ് ഫുള്ളി പെയ്ഡ് അപ്പ് ആണ്, പാർട്ട്ലി പെയ്ഡ് അപ്പ് ഇല്ല. ഓക്കെ. സോ എന്തായിരിക്കും ആവശ്യമായിട്ട് വരും? അപ്പോൾ രണ്ട് മെത്തേഡ് ജനറേറ്റ് വരും. ഒന്ന് നമ്മൾ ഷെയർ ഇഷ്യൂ ചെയ്യണതും ഒന്ന് പ്രോഫിറ്റ് എന്ത് കൊടുക്കുന്നത്, രണ്ടും ഇവിടെ ആവശ്യമായിട്ട് വരും. ഓക്കെ. ലെറ്റ്സ് മൂവ് ദ ജനറേറ്റ് ഓൺ ട്രാൻസ്ഫർ ഓഫ് ദ ക്യാപിറ്റൽ റിഡംഷൻ. കാരണം പ്രോഫിറ്റിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് എലമെന്റ് ഓൺ ട്രാൻസ്ഫർ ടു ദ ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് അക്കൗണ്ട്. അല്ലേ, നമുക്കറിയാം പ്രോഫിറ്റിലാകുമ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് എലമെന്റ് ആണ് അല്ലേ ഓൺ ട്രാൻസ്ഫർ ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് അക്കൗണ്ടിലേക്ക് മാറ്റണം എമൗണ്ട് ക്യാപിറ്റൽ റിഡംഷൻ റിസർവ്. സോ ദിസ് എൻട്രി വെരി ഇമ്പോർട്ടൻറ്റ്. ഇവിടുത്തെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് എൻട്രി അതാണ്. സോ ജസ്റ്റ് റൈറ്റ് ഓൺ ട്രാൻസ്ഫർ ക്യാപിറ്റൽ നമുക്ക് എത്ര എമൗണ്ട് റിസർവ് എടുക്കുന്നത്. ദ കമ്പനി റിസർവ് 75 days 50,000 is അല്ലേ 50,000 രൂപയാണ് പ്രോഫിറ്റ് എടുക്കുന്നത്. സോ the general reserve because it specified that it's a reserve, so we can assume this is general reserve. The general reserve account added to the capital redemption reserve account, that means transfer to the capital, it's a profit 50,000 രൂപ. So the redemption out of the profit, so it's general reserve account added to the capital redemption reserve account 50,000. Okay, then the balance the form of shares is fully paid up. It's not specified that the premium, so it is assumed that the par. So the fresh issue of the equity shares, the bank is at par. The bank account debtor to equity share capital. So the number of shares 2,500. The face value is 20. So 2,500 into 20 is a bank account debtor to the equity share capital is 50,000. So 50,000 plus 50,000, 1 lakh. 50,000 from the profit and 50,000 in the form of the shares. So that's a 1 lakh can met 1 lakh, 50,000 in the form of the profit and 50,000 in the form of issue of the shares. So the situation നമ്മൾ സാറ്റിസ്ഫൈ ചെയ്തു. കാരണം നിങ്ങൾ ലാഭത്തിൽ നിന്ന് എടുത്തു കൊടുത്തു, ഷെയർ ആയിട്ടും എടുത്തു കൊടുത്തു. ലാഭത്തിന് 50,000 രൂപ. So the first entry relating with the profit general reserve account debtor to the capital redemption reserve account 50,000 and share the remaining portion is the shares. So 50,000 is collected from the fresh issue of the shares. So 2,500 shares, the shares are issued at it's a par, not specified, it's assumed that it's a par. So 2,500 into 20 to 50,000, so we can met 1 lakh. The fresh issue of the share and the redemption out of the profit. രണ്ട് മെത്തേഡിന് കോമ്പിനേഷൻ എൻട്രീസ് ഇവിടെ വന്നു. ഓക്കെ, ഈ എൻട്രി എങ്ങനെ വന്ന് നമുക്ക് നോക്കുകയാണെങ്കിൽ നമ്മുടെ ജേണൽ എൻട്രീസിലേക്ക് പോയത് നമ്മൾ ആദ്യം പഠിച്ചില്ല ഫസ്റ്റ് മെത്തേഡ് റിഡംഷൻ ഇൻ ദ ഫോം ഓഫ് ദ ഫ്രഷ് ഇഷ്യൂ ഓഫ് ഷെയർസ്. ഇവിടെ നമ്മൾ പറയുന്നുണ്ട് ഫ്രഷ് ഇഷ്യൂ, പാർ, പ്രീമിയം ആൻഡ് ഡിസ്കൗണ്ട്. ഹിയർ ദ പാർ ക്യാൻ ഇഷ്യൂഡ് അറ്റ് എ പാർ. സോ എൻട്രി അങ്ങനെയാണ് ഇവിടെ വരുന്നത്. പാറിൻ്റെ എൻട്രിയാണ് ഇവിടെ സ്പെസിഫൈ ചെയ്ത് വന്നിട്ടുള്ളത്. ഓക്കെ, ദാറ്റ്സ് 2 എൻട്രി. ഇപ്പോൾ 2 എൻട്രി നമ്മൾ എഴുതി, പ്രോഫിറ്റിൻ്റെ എൻട്രി എഴുതി, ദെൻ ഷെയറിൻ്റെ എൻട്രി എഴുതി. നമുക്കറിയാം റിഡംഷൻ എങ്ങനെയാണ് നടക്കുന്നത്. റിഡംഷൻ ഇൻ ദ ഫോം ഓഫ് ദ പ്രീമിയം ആണെന്ന് പറഞ്ഞു, ഇവിടെ ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ റിഡംഷൻ വി ക്യാൻ അസ്യൂം ഇസ് റിഡംഷൻ ഇൻ ദ ഫോം ഓഫ് ദ പാർ. റിഡംഷൻ പാറിലാണെങ്കിൽ കോമൺ എൻട്രി ആണ്, നമുക്കറിയാം കോമൺ എൻട്രിക്ക് മാറ്റില്ല. In the company redeem the preference shares at par, the entry redeem a preference share capital account debtor to the preference shareholders account. Premium ഇല്ല ഇവിടെ, അതുകൊണ്ട് പാറിലാണ്. Redeem a preference share capital account debtor to the preference shareholders account. The amount it is 1 lakh. The amount required for the redemption of preference shares 1 lakh. So redeem a preference share capital account debtor to the preference shareholders account debtor to the 1 lakh. And the last entry, the payment will be made to the preference shareholders. It's a preference shareholders account debtor to the bank. That's 1 lakh. Okay, there's an example. This problem is an example of the combination of 2 methods. So once again, but a company കയ്യിൽ 1,000 redeem preference shares ഉണ്ട്, 100 each ആണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എമൗണ്ട് എത്രത്തോളം വേണം റിഡംഷന് വേണ്ടി ആവശ്യമായിട്ട് എമൗണ്ട്. റിഡംഷൻ എങ്ങനെയാണ് പറഞ്ഞിട്ടില്ല, അപ്പോൾ നമ്മൾ അസ്യൂം ചെയ്യുന്നു അത് പാറിലായിരിക്കും. തന്നിട്ടില്ല നമ്മൾ അപ്പോൾ അസ്യൂം ചെയ്യുന്നത് പാർ. പ്രീമിയം ആണെങ്കിൽ പ്രീമിയം സ്പെസിഫൈ ചെയ്ത് പറയണം, ഇവിടെ പാറിലാണ്. സോ ദ 1,000 into 100 is 1 lakh is the amount required for the redemption of the preference shares. And here there is a clause. ഒരു പറയുന്നുണ്ട് 50,000 രൂപ എങ്ങനെ എടുക്കണം നിങ്ങൾ
പ്രോഫിറ്റ് എടുത്ത് 75,000 റിസർവ് ഉണ്ട്. അപ്പോൾ 70,000 50,000 നമ്മൾ എടുത്ത് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ അർത്ഥം അത് പ്രോഫിറ്റിൽ നിന്ന് എടുത്ത് കൊടുക്കാൻ പറയുന്നത് റിസർവ് ഇസ് എ പാർട്ട് ഓഫ് ദ പ്രോഫിറ്റ്. സോ 50,000 പ്രോഫിറ്റ് മീറ്റ് ചെയ്യുന്നു. സോ റിഡംഷൻ ഓഫ് ദ പ്രോഫിറ്റ് നിങ്ങൾ 50,000 കൊടുക്കുന്നു. ദെൻ ബാലൻസ് ബീങ് മെറ്റ് ഔട്ട് ഓഫ് ദ ഫ്രഷ് ഇഷ്യൂ ഓഫ് ദ ഷെയർസ്. ബാലൻസ് നിങ്ങൾ ഷെയർ ആയിട്ട് ഇഷ്യൂ ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. ദ ഇക്വിറ്റി ഷെയർസ് ആയിട്ട് ഇഷ്യൂ ചെയ്യണം. ദ ഫേസ് വാല്യൂ ഇസ് 20. സോ കാൽക്കുലേറ്റ് ദ എമൗണ്ട് required through the fresh issue. That means proceeds collected from the fresh issue. That means amount required for the redemption of preference shares minus redemption out of the profit. 1 lakh minus 50,000. The 50,000 is required in the form of the fresh issue. Then number of shares. Calculate the number of shares. So the amount is 50,000. Then here they specify the face value. So the 50,000 divided by the 20. That's the 2,500 equity shares. Must be issued the 2,500 equity shares. 2,500 equity shares നിങ്ങൾ അവിടെ ഇഷ്യൂ ചെയ്തിരിക്കണം. ഓക്കെ, സോ അതിനുശേഷം എൻട്രി, ദ ഫസ്റ്റ് എൻട്രി ഇസ് റിഗാർഡിംഗ് ദ പ്രോഫിറ്റ്. ദ പ്രോഫിറ്റ് 50,000. The second entry in the form of the share. The shares are issued at a par. So the second entry relating with the par, the fresh issue, it shares a par. And the third entries are relating with the redemption. The redemption ഇവിടെ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടില്ല. അപ്പോൾ നമുക്ക് അസ്യൂം പാറിലാണെങ്കിൽ എന്താണ് എൻട്രീസ്? റിഡംഷൻ അറ്റ് ദ പാർ, റിഡീമബിൾ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് അറ്റ് ദ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഇസ് 1 lakh. ഈ എൻട്രീസ് എല്ലാ മെത്തേഡിലും സെയിം ആയിരിക്കും. നമുക്കറിയാം ഈ എൻട്രികൾക്കൊന്നും മാറ്റം റിഡംഷൻ ഔട്ട് ഓഫ് ഫ്രഷ് ഇഷ്യൂ ഓഫ് ഷെയർസിലാണെങ്കിലും റിഡംഷൻ ഔട്ട് ഓഫ് പ്രോഫിറ്റിലാണെങ്കിലും ഈ എൻട്രികൾക്കൊന്നും മാറ്റങ്ങൾ അവിടെ സംഭവിക്കുന്നില്ല. സോ അതുകൊണ്ട് ഈ എൻട്രി ഒരിക്കലും അവിടെ മാറില്ല, സെയിം ആയിട്ട് കിടക്കും. പാറിലാണെങ്കിലും പ്രീമിയം ആണെങ്കിലും സെയിം എൻട്രീസ് ആണ്. രണ്ട് മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ദ റിഡീം പ്രിഫറൻസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ and the preference shareholders account is 1 lakh. The payment will be made to the preference shareholders. This is a preference shareholders account debtor to the bank. That is a 1 lakh. Okay, that's the first question. That's a combination of the two methods. That's a fresh issue shares and the redemption out of the profit. Okay. So let's move second method. Second problem. This problem, E Limited had the 8% redeemable preference shares of rupees 25. Rupees 20 is called up. Listen, rupees 25, rupees 20 is called up. The company desired to redeem the preference shares at premium. Listen, the company desired to redeem the preference shares at a premium of the 5% by the issue of the sufficient number of the equity shares of rupees 20. So of rupees 10 is fully paid up at a premium of rupees 10. Okay, the sufficient number of the equity shares of rupees 10 is fully paid out at a premium of rupees 10%. Past necessary journal entries to relate in the redemption. Question പറയുന്നത് ഒരു കമ്പനിക്ക് അവരുടെ കയ്യിൽ റെഡീം പ്രിഫറൻസ് ഷെയർസ് ഉണ്ട്. 8% റെഡീം പ്രിഫറൻസ് ഷെയർസ് ഉണ്ട്. അതിന്റെ ഫേസ് വാല്യൂ 25 ആണ്, പക്ഷേ കോൾഡ് അപ്പ് വരുന്നത് 20 ആണ്. ദാറ്റ് മീൻസ് ഇറ്റ്സ് എ പാർട്ട്ലി പെയ്ഡ് ഓഫ്. The company decided to redeem these preferences. ഈ കമ്പനി പ്രിഫറൻഷസ് റിഡീം ചെയ്യാൻ തീരുമാനിക്കുകയാണ്. റിഡീം ചെയ്യുന്നത് അറ്റ് പ്രീമിയം, റിഡംഷൻ അറ്റ് പ്രീമിയം 5% പ്രീമിയത്തിലാണ് റിഡീം ചെയ്യുന്നത്. എങ്ങനെ ചെയ്യാനാണ് അവർ ആഗ്രഹിക്കുന്നത്? ബൈ ഇഷ്യൂ ഓഫ് ദ സഫിഷ്യന്റ് നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് ഓഫ് rupees 10 ഈസ് ഫുള്ളി പെയ്ഡ് ഔട്ട് അറ്റ് എ പ്രീമിയം. അതായത് ഇക്വിറ്റി ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നതും പ്രീമിയത്തിലാണ്, റിഡംഷൻ നടത്തുന്നതും പ്രീമിയത്തിലാണ്. അതാണ് ഈ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കേണ്ട കാര്യം. അതായത് നിങ്ങളുടെ ഇക്വിറ്റി ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നത് പ്രീമിയത്തിലാണ്, ദെൻ redemption നടത്തുന്നതും പ്രീമിയത്തിലാണ്. റിഡംഷൻ ഇൻ ദ ഫോം ഓഫ് ദ പ്രീമിയം ആൻഡ് ഇക്വിറ്റി ഷെയർസ് ഓൾസോ ഇഷ്യൂഡ് ഇൻ ദ ഫോം ഓഫ് ദ പ്രീമിയം. ഓക്കെ, സോ ഇവിടെ നമ്മൾ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞേക്കുന്നത് സഫീഷ്യന്റ് നമ്പർ ഇക്വിറ്റി ഷെയർസ് ആണ്. അപ്പോൾ ഫസ്റ്റ് മെത്തേഡ് അവിടെ ആവശ്യമായിട്ട് വരുന്നുള്ളൂ. ദ കമ്പനി ഇഷ്യൂ സഫീഷ്യന്റ് നമ്പർ ഓഫ് ദ ഇക്വിറ്റി ഷെയർസ് ഓഫ് rupees 10 ഈച്ച് ഫുള്ളി പെയ്ഡ് അപ്പ് അറ്റ് എ പ്രീമിയം. സോ ലെറ്റ്സ് മൂവ് സൊല്യൂഷൻ. ദ ഫസ്റ്റ് റിഡംഷൻ ഇൻ ദ ഫോം ഓഫ് ദ ഷെയർസ് അല്ലെ, റിഡംഷൻ ഇവിടെ പറയുന്നുണ്ട്. റിഡംഷൻ ഇൻ ദ ഫോം ഓഫ് ദ ഷെയർസ് എന്ന് കോമ്പിനേഷനോട് വരുന്നില്ല, ഒരു സ്പെസിഫൈ ചെയ്ത ഷെയർസ് മാത്രമേ ഇതിൽ വരുന്നുള്ളൂ. ഓക്കെ, സോ റിഡംഷൻ ഇൻ ദ ഫോം ഓഫ് ദ ഷെയർസ് ആൻഡ് ദ ഷെയർസ് ആർ പാർട്ട്ലി പെയ്ഡ് അപ്പ്. So listen, the shares are it's not a fully paid up. The shares are the partly, the redeemed preference shares are issued in the partly paid up format. Okay, and second one, equity shares are issued at a premium. There is sufficient number of the equity shares at a premium. The premium of rupees 10%. That means 10 into 10%. It's a 1 rupee is a premium. So 10 into 10% is a 1 rupee is the premium. This equity shares are issued at a premium. That's a 1 rupee is a premium. And the redemption is also at the premium. The redemption is also at the premium. That's a very important element. The question ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾക്ക് എങ്ങനെയാണ് റിഡംഷൻ നടത്തുന്നത്? റിഡംഷൻ പ്രീമിയത്തിലാണ്.
ദെൻ ഇനി അവർ പറഞ്ഞ സഫീഷ്യൻറ്റ് നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് ഇഷ്യൂ ചെയ്യാനാണ് പറഞ്ഞത്. ദെൻ ഇക്വിറ്റി ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നത് എങ്ങനെയാണ്? ഏറ്റവും പ്രീമിയത്തിലാണ്, അതും പ്രീമിയത്തിലാണ്. ഓക്കെ, ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ഇസ് എമൗണ്ട് റിക്വയർഡ് ഫോർ ദ റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ്. നെക്സ്റ്റ് ടു ഫൈൻഡ് ഔട്ട് ദ എമൗണ്ട്. 8,008% redeemed preference shares of the 25. So reason 25 ആണ്. കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, നിങ്ങൾ പലപ്പോഴും 20 ഇട്ട് ചെയ്യരുത്. ഫുള്ളി പെയ്ഡ് അപ്പ് ആണെങ്കിലും പാർട്ട്ലി പെയ്ഡ് അപ്പ് ആണെങ്കിലും എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഫേസ് വാല്യൂ തന്നെയാണ്. സോ ദ 8,000 into 25, the 2 lakh, it is a part of the 2 lakh is amount required for the face value point of view. 8,000 into 25, 2 lakh is part of the face value. Then premium 5%, the 5% is premium. 2 lakh at 5% premium. This എത്ര വരും? 5% പറയുമ്പോൾ അതിൻ്റെ ഒരു 5% പ്രീമിയം ഉണ്ട്. എമൗണ്ടിലാണെങ്കിൽ ഇവിടെ 5% ആഡ് ചെയ്യണം, അതർവൈസ് ഇവിടെ 5%. എമൗണ്ട് 5%, 2 lakhന്റെ 5%, because it's a redeem at the premium. So 10,000. The amount is the 10,000. The premium of the redemption 2 lakh at the 5% is the 10,000. Therefore, the total amount 2,10,000 is the amount required for the redemption. അതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. ഇവിടെ നമ്മൾ പലപ്പോഴും തെറ്റിക്കാനുള്ള കാര്യം, ഇവിടെ കോൾഡ് അപ്പ് 20 ഉള്ളൂ. അപ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും, പെട്ടെന്ന് കോൾഡ് അപ്പിൽ ചെയ്തു പോകും. കോൾഡ് അപ്പിലല്ല ചെയ്യേണ്ടത്. പാർട്ട്ലി പെയ്ഡ് അപ്പ് ഷെയർസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഫുള്ളി പെയ്ഡ് അപ്പ്. കാരണം പ്രിഫറൻസ് ഷെയർസ് ഫുള്ളി പെയ്ഡ് അപ്പ് ആയിട്ട് മാത്രമേ ഇഷ്യൂ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഫുള്ളി പെയ്ഡ് ഫുൾ എമൗണ്ട്, അതായത് ഫേസ് വാല്യൂ തന്നെ കാൽക്കുലേറ്റ് ചെയ്യണം. സോ ദറ്റ്സ് 8,000 into 25, 2 lakh. And this 2 lakhs redeem at the premium. This 2 lakh at 5% is the premium. That is 2,10,000 is the amount required for the redemption of the preference shares. നമുക്ക് കിട്ടി ഇത്ര എമൗണ്ട് വേണം. ആൻഡ് ദ നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മൾ നേരത്തെ പറഞ്ഞ് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, ഇക്വിറ്റി ഷെയർസ് ആർ ഇഷ്യൂഡ്. ഇക്വിറ്റി ഷെയർസ് ആണ് ഇഷ്യൂ ചെയ്യുന്നത്. ഇക്വിറ്റി ഷെയർസ് ഇഷ്യൂ ചെയ്യുമ്പോൾ കാൽക്കുലേറ്റ് ദ നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് റിക്വയർഡ് ഫോർ ദ റിഡംഷൻ. അപ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് എത്രത്തോളം ഇക്വിറ്റി ഷെയർസ് ആണ് ഞാൻ ആവശ്യമായിട്ട് വരാം. കാരണം ദ ഫേസ് വാല്യൂ ഇസ് 10 ബട്ട് അറ്റ് എ പ്രീമിയം. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എത്രത്തോളം എമൗണ്ട് ആവശ്യമുണ്ട്. എമൗണ്ട് റിക്വയർഡ് ഫോർ ദ റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ് വിത്തൗട്ട് പ്രീമിയത്തിലാണ് കാൽക്കുലേറ്റ്. പ്രീമിയം ഉണ്ടെങ്കിൽ നിങ്ങൾ എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഷെയറിൻ്റെ ഇക്വിറ്റി ഷെയർ എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ പ്രീമിയം ഇല്ലാണ്ട് കാരണം നമ്മൾ നേരത്തെ പറഞ്ഞു പ്രീമിയം ട്രീറ്റഡ് സെപ്പറേറ്റ്ലി. പ്രീമിയം എപ്പോഴും സെപ്പറേറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് പ്രീമിയം ഇല്ലാണ്ട് വേണം നമ്മൾ എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യാം. സോ ഹൗ ടു calculate the number of equity shares required for redemption of preference shares. This amount required for the redemption of the preference shares without premium. So without, so the formula is amount required for the redemption of preference shares without premium. Premium illandu varuna amount 2 lakh is the face value amount and the 10 lakh is a premium amount. Without a premium the amount is 2 lakh. The 2 lakh then divide by the face value of the equity shares. The face value of the equity shares is the 10. Premium adakala amount alla ezhudha, face value of the equity shares is 10. The number of equity shares 20,000 equity shares. Because the premium treated separately. Premium ഒരിക്കലും കൂടെ മിക്സ് ചെയ്യാൻ പാടില്ല. പ്രീമിയം എപ്പോഴും സെപ്പറേറ്റ് ആണ് ട്രീറ്റ് ചെയ്യുക. സോ ദറ്റ്സ് എ 2 lakh, ദറ്റ്സ് എ വിത്തൗട്ട് പ്രീമിയം ആൻഡ് ഡിവൈഡ് ബൈ ദ ഫേസ് വാല്യൂ ഇക്വിറ്റി ഷെയർ. ദിസ് എ ഫേസ് വാല്യൂ ഓഫ് ദ ഇക്വിറ്റി ഷെയർ ₹10. സോ 20,000 ഇക്വിറ്റി ഷെയർസ് ബിക്കോസ് ദ പ്രീമിയം ട്രീറ്റഡ് സെപ്പറേറ്റ്ലി. ഇതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. സോ വൺസ് അഗെയിൻ ടു ഫൈൻഡ് ഔട്ട് ദ റിഡംഷൻ ഇൻ ദ ഫോം ഓഫ് ദ ഷെയർസ്. നമ്മൾ പറഞ്ഞു ക്വസ്റ്റിൽ പറയുന്ന റിഡംഷൻ ഷെയർ രൂപത്തിൽ മാത്രമാണ്, ഫ്രഷ് ഇഷ്യൂ ഇക്വിറ്റി ഷെയർസ് മാത്രമാണ് പറയുന്നത്. And these shares are partly paid up. Last year is a partly paid up and fully paid up. Partly paid up and 20 called up. So that means partly paid up. Okay. And second one, equity shares are issued at a premium. Equity shares are equity shares are issued at a premium. Premium angle additional 10% it's a 1 rupee premium. Equity shares issue premium and 10 issue go up. So premium then redemption. There is a redemption at a premium. Redemption premium. Redemption at a premium. Then find out the amount required for the redemption of preference shares. So 8,000 redeem preference 25. Season 25 face value ആണ് എടുക്കുക, ഒരിക്കലും പാർട്ട്ലി പെയ്ഡ് വാല്യൂ അല്ല, ഫേസ് വാല്യൂ ആണ് എപ്പോഴും നമ്മൾ എടുക്കേണ്ടത്. സോ 8,000 into 25 is a 2 lakh. 2 lakh, that is the face value point of. Then the redemption in the form of the premium. So the premium amount 2 lakh at 5% is 10,000. The total amount required for redemption of preference shares is 2,10,000. ഇതാണ് നമുക്ക് ആവശ്യമായിട്ട് വരുന്ന എമൗണ്ട്. റിഡംഷൻ പവർ ടോട്ടൽ എമൗണ്ട് ആവശ്യം 2,10,000 ആണ്. Then there is issued the sufficient number of equity shares ₹10 each. Face value is 10 and fully paid up at a premium. ഇനി അങ്ങനെയാണെങ്കിൽ എത്രത്തോളം ഷെയർസ് ഇനി വേണം നമ്മൾ കണ്ടുപിടിക്കണം.
എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? Calculate the number of equity shares required for the redemption. That's amount required for redemption of preference shares without premium. ശ്രദ്ധിക്കുക, പ്രീമിയത്തിലാണെങ്കിൽ തന്നെയും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെ എഴുതുന്ന എമൗണ്ട് പ്രീമിയം അടക്കള എമൗണ്ട് എഴുതാൻ പാടില്ല. കാരണം പ്രീമിയം എപ്പോഴും സെപ്പറേറ്റ് ട്രീറ്റ് ചെയ്യണമെന്നാണ് അതിൻ്റെ റൂള്. അതുകൊണ്ട് പ്രീമിയം എമൗണ്ട് ഇല്ല, പ്രീമിയത്തെ നമ്മൾ സെപ്പറേറ്റ് എൻട്രിയിലാണ് എഴുതുള്ളൂ. അതുകൊണ്ട് പ്രീമിയം ഇവിടെ കൊണ്ടുവരാൻ പാടില്ല. എമൗണ്ട് റിക്വയർഡ് ഫോർ റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ് വിത്തൗട്ട് പ്രീമിയം. ദാറ്റ് മീൻസ് പറയാം 2 lakh ആണ് പ്രീമിയം ഇല്ലാണ്ട് വരുന്നത്. 2,10,000 വിത്ത് പ്രീമിയം ആണ്. 2 lakh ആയിരിക്കും. ദ എമൗണ്ട് റിക്വയർഡ് ഫോർ റിഡംഷൻ പ്രിഫറൻസ് വിത്തൗട്ട് പ്രീമിയം 2 lakh ഡിവൈഡഡ് ബൈ ദ ഫേസ് വാല്യൂ. ശ്രദ്ധിക്കുക, ഫേസ് വാല്യൂ ആണ് ആവശ്യം, പ്രീമിയം എമൗണ്ട് അല്ല. ഫേസ് വാല്യൂ ആണ് ഇമ്പോർട്ടൻസ്. ദാറ്റ് ഇസ് എ face value, that is a 10. So 20,000 equity shares. So that is a calculation, very important element, this calculation. Then write journal entry. So here the redemption in the form of the shares. So shares are the partly paid up. നമുക്കറിയാം partly paid up ആകുമ്പോൾ നമ്മൾ പഠിച്ച journal entryയിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പോർഷൻ ഇത് ആവശ്യമായിട്ട് വരും. The redemption of the preference shares, എല്ലാത്തിലും സെയിം എൻട്രി തന്നെയാണ്. Fresh issue of the shares, and there is no issue of the redeemed preference shares. If the redeemed preference shares are partly paid up, to make them fully paid up, the preference share final call account at a preference share capital, then bank account at to the preference share final call. This is a very important entry with all the shares the partly paid up. അപ്പം അങ്ങനെയാണെങ്കിൽ okay. The first one, if the redeemed preference shares are the partly paid up, to make them fully paid up. So the preference share final call account debtor to the preference share capital, then bank account to the preference share final call account. എങ്ങനെ എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യും? 8,000 is the redeemed preference value. Then shortage is 5 rupees. 25 is the face value and 20 is the call up. It's a 5 rupees shortage. It's 8,000 into 5. So 8,000 into 5, 40,000 to converting the partly paid up shares to the fully paid up. So 8,000 into 5, that's a 40,000. 8,000 into 5. 5 അങ്ങനെ വന്നു. 25 ആണ് ഫേസ് വാല്യൂ, പക്ഷെ കോൾഡ് അപ്പ് 20. ഷോർട്ടേജ് 5 rupees ആണ്. So the 5 rupees shortage, 8,000 into 5, that's a 40,000. The both entry, the amount is the 40,000. Okay. And another situation, then equity shares are issued at a premium. Equity shares are issued at a premium. So the entry is a part of the premium. Premium related entry ആണ് ഇവിടെ ആവശ്യമായിട്ട്. The equity shares are issued at a par premium. Premium bank account at a share capital account at a security premium account. Okay. So here the same entry, we using the same entry. Then the fresh issue shares, the company premium, the bank account debtor to equity share capital to security premium. So number of shares 20,000 equity shares. Then face value is 10 and premium amount is already calculated, is 1. 10 is a face value and premium 10%. So the premium amount is 1. So 20,000 shares. This share is already calculated 20,000. 20,000 into 10. 10 is your the face value. That's the face value. And 20,000 into 1. 1 is your the premium amount. The premium equity shares issued a premium. 10 into 10%. 1 rupees a premium. So the 2 lakh and the 20,000. 2,20,000 is the total amount. And here the next is the redemption at a premium. So the premium entries are necessary. Redemption at the premium. Okay. So the first step, a very important element, the separate entry for the premium. അല്ലേ, നമ്മൾ നേരത്തെ പറഞ്ഞു, ജസ്റ്റ് നോക്കി ഇങ്ങനെ കാണാൻ സാധിക്കും. There is separate entry for the premium. Suppose it is a premium, the shares point of view, the premium. This entry only applicable for the security premium, the redemption of the redemption of the premium. Premiumത്തിന് വേണ്ടി മാത്രമേ entry നമ്മൾ treat ചെയ്യും. This is an entry applicable. This separate entry for the premium. Premiumത്തിലാണെങ്കിൽ നമുക്ക് ആവശ്യമായിട്ട് വരും. Okay. So here the first and security premium account. There's a providing premium payable on the redemption. Security premium account debtor to the premium on the redemption. So the premium amount, that is the premium on the redemption, it's a 10,000. The premium on the redemption is a 10,000. Separated treated, the premiums treated separately is a 10,000. So here the premium amount is a 10,000. It's 10,000 is calculated from here. ഇവിടെ നിന്നാണ് നമുക്ക് 10,000 കിട്ടുന്നത്. പ്രീമിയം റിഡംഷൻ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ. ആൻഡ് അനദർ സ്റ്റെപ്പ് ഈസ് redemption at a premium. What's entry? Redemption at a premium. 8% redeemed preference share capital, premium redemption account to the preference shareholders. Redeemed preference share capital account, debtor, the amount is a face value amount.
premium of the redemption point of view, is a 2 lakh is a face value amount and the 10,000 is a premium amount. So 2 lakh is a part of the face value amount. That means you are the 8,000 into 25. So that's a 2 lakh and the premium reduction is the 10,000. The total amount is 2 lakh 10,000. At the last entry is the payment will be made to the preference shareholders. The preference shareholders account to the bank, that is a 2 lakh 10,000. Okay, 3 entries നമുക്ക് ഇവിടെ പാസ് ചെയ്യേണ്ടതായിട്ട് വരും. Okay, so once again ആദ്യം എഴുതേണ്ട എൻട്രി നമുക്ക് എപ്പോഴും പാർട്ട്ലി പെയ്ഡ് അപ്പ് ഷെയർസിന് ഉണ്ടെങ്കിൽ ഫുള്ളി പെയ്ഡ് അപ്പ് ആക്കണം. അതിനുവേണ്ടി എൻട്രി ആണ് നമുക്ക് പ്രിഫറൻസ് ഷെയർ ഫൈനൽ കോൾ അക്കൗണ്ടും പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റലും ദെൻ ബാങ്ക് അക്കൗണ്ട് അറ്റ് ദ പ്രിഫറൻസ് ഷെയർ ഫൈനൽ കോൾ. സോ എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് പറ്റും. ആ ടോട്ടൽ എമൗണ്ട് 8,000 എത്രയാണ് കുറവ്, 5 രൂപയുടെ കുറവാണ് വരുന്നത്. സോ 8,000 into 5 40,000, 2 40,000 വന്നു. ദെൻ ഇക്വിറ്റി ഷെയർ ഇഷ്യൂഡ് അറ്റ് എ പ്രീമിയം. പ്രീമിയം മീൻസ് 10% premium. So 1 rupee is a premium. 10 into 10%, 1 rupee is premium. 10 is the face value. And here there is a equity shares are issued at a premium. Bank account at a equity share capital account. Then the security premium. To 20,000 is the number of shares. Already calculated the number of equity shares. There's a 20,000 into 10, 2 lakh, and premium is the 20,000, 2 lakh 20,000. And the redemption in the form of the premium. Separate entry for the premium. Security premium account at the premium redemption. And we already calculated the premium of the redemption, that is a 10,000. So there is a 10,000 is a premium on the redemption. And on the redemption of preference shares, the preference shares are redeemed at a premium. So the premium entry, so that is a 8% redeemed preference share capital, premium on redemption to preference shareholders account. So 2 lakh 10,000. That payment will be made to preference shareholders, the preference shareholders account at the bank. ഈ എൻട്രീസ് എല്ലാ മെത്തേഡിലും സെയിം ആണോ? അതുകൊണ്ട് നിങ്ങൾ അതിനെക്കുറിച്ച് പറയേണ്ട ആവശ്യമില്ല. പ്രീമിയം ആണെങ്കിൽ ഈ എൻട്രി രണ്ട് മെത്തേഡിലും, ഷെയറിലാണെങ്കിൽ തന്നെ ഈ എൻട്രി തന്നെയാണ്, റിഡംഷൻ അവിടെ പ്രോഫിറ്റ് ആണെങ്കിൽ ഈ എൻട്രി തന്നെയാണ്. ഈ എൻട്രികൾക്കൊന്നും മാറ്റങ്ങൾ അവിടെ സംഭവിക്കുന്നില്ല. രണ്ട് മെത്തേഡും കോമൺ എൻട്രി തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യണത്. ഓക്കെ, ആൻഡ് ലെറ്റ്സ് മൂവ് ഇൻ തേർഡ് പ്രോബ്ലം. The D Limited had the 2007% redeemed preference shares of 50 each fully paid off. The D Limited, the 2,000 redeemed preference shares rupees 50 each fully paid up. The company decided to redeem the preference shares at a premium. The company is decided to redeem the preference shares at a premium. An issue of the sufficient number of equity shares, 10 each fully paid up at a premium of the 10%. It's a very important element. The past necessary and regarding the redemption. The question, the company is deciding, our redeemable preference shares redeem ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. Then 2,000 redeemed preference shares അവർ കയ്യിലുണ്ട്. Then അത് 50 rupees ആണ് പെയ്ഡ് അപ്പ് വാല്യൂ, ഫുള്ളി പെയ്ഡ് അപ്പ് ആണ്. സോ നമുക്കറിയാം, ശ്രദ്ധിക്കേണ്ട കാര്യം, റിഡംഷൻ ഇൻ ദ ഫോം ഓഫ് എങ്ങനെയാണ് പറയുന്നത്, സഫിഷ്യന്റ് നമ്പർ ഓഫ് ദ ഇക്വിറ്റി ഷെയർസ്. സോ ദ റിഡംഷൻ ഇൻ ദ ഫോം ഓഫ് ദ ഷെയർസ്, റിഡംഷൻ ഇൻ ദ ഫോം ഓഫ് ദ ഷെയർസ്, ആൻഡ് ഷെയർസ് ആർ ദ ഫുള്ളി പെയ്ഡ് അപ്പ്. ഇവിടെ ഷെയർസിലെല്ലാം ഫുള്ളി പെയ്ഡ് അപ്പ് ആണ്. ഓക്കെ, then equity shares are issued. So there is issue in the equity shares. So equity shares at a premium. So equity shares are issued at rupees 1 is a premium. 10 into 10% is a premium amount of the equity shares is a 1. Then redemption in the form of the premium. So same pattern of the first question. Second question, നേരത്തെ പറഞ്ഞ അതേ ക്വസ്റ്റ്യൻ പാറ്റേൺ ആണ്. Redemption, redeem the at a premium. So redemption at a premium. So find the amount required for redemption preference shares. So the 2,007% redeemed preference shares into 50. 2,000 to 50 is a 1 lakh. That is a 1 lakh is a part of the face value of the shares. And this redeemed preference shares at a premium. പ്രീമിയത്തിലാണ് ഇഷ്യൂ ചെയ്യുന്നത്, പ്രീമിയത്തിലാണ് റിഡീം ചെയ്യുന്നത്. സോറി, പ്രീമിയത്തിലാണ് ഇത് റിഡീം ചെയ്യുന്നത്. റിഡീം ചെയ്യുമ്പോൾ പ്രീമിയം എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യണം. Premium redemption, so 1 lakh is face value amount, 1 lakh at 5% is a premium. So it is a 5,000 is a premium. Therefore the total amount required for the redemption is a 1 lakh 5,000. That's the total amount required for redemption is a 1 lakh 5,000. Okay. Then the company issues sufficient number of equity shares. ബാക്കിയുള്ളത് ഇക്വിറ്റി ഷെയർസ് ആണ് ഞാൻ ഇവിടെ ഇഷ്യൂ ചെയ്യുന്നത്. അങ്ങനെ എത്ര ഷെയർസ് ഇഷ്യൂ നിങ്ങൾ കണ്ടെത്തണം. അപ്പോൾ നമുക്കറിയാം ഇവിടെ ഇക്വിറ്റി ഷെയർ ഇഷ്യൂ ചെയ്യുന്നത് പ്രീമിയത്തിലാണ്. അപ്പം നേരത്തെ നമ്മൾ പറഞ്ഞ അതേ കാര്യം തന്നെ ഇവിടെ പറഞ്ഞു, കാൽക്കുലേറ്റ് ദ നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് റിക്വയർഡ് ഫോർ ദ റിഡംഷൻ. ഹൗ ടു കാൽക്കുലേറ്റ് ദ നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് റിക്വയർഡ് ഫോർ ദ റിഡംഷൻ. ദാറ്റ്സ് എമൗണ്ട് റിക്വയർഡ് ഫോർ റിഡംഷൻ ഓഫ് ദ പ്രിഫറൻസ് ഷെയർസ് വിത്തൗട്ട് പ്രീമിയം. പ്രീമിയം ആണെങ്കിലും ഫേസ് വാല്യൂ എമൗണ്ട് മാത്രം എടുക്കാൻ പാടുള്ളൂ. നേരത്തെ പറഞ്ഞു ഫേസ് വാല്യൂ എമൗണ്ട്സ് മാത്രം എടുക്കാനായിട്ട് പാടുള്ളൂ. That's the amount required for the redemption of preference shares without premium divided by the face value of the equity shares. The same pattern, the amount required for the redemption of preference without premium divided by the face value of the equity shares. That is a amount required for the redemption of preference shares without premium. That's a 1 lakh.
divided by the 10 is the face value of the equity shares. The face value of the equity shares is 10. So that's a 10 face value of the equity shares 10. So 10,000 equity shares. We're issuing the 10,000 equity shares. Okay, the premium, because the premium is always treated separately. What is the premium? Premium treated separately. Premium is issue treated separate. Okay. Then let's move with the journal entry. The first entry there is no partly paid up shares. All shares are fully paid up. There is no partly paid up shares. So the equity shares are issued at a premium. Bank account at equity share capital account at security premium. The share capital at shares are issued. So already decided with 10,000 shares. The face value of the equity shares 10 and the premium of the equity shares is 1. The premium of the equity shares is 1. So 10,000 into 10 is, and the security 10,000 into 1 is a 1,10,000. So 1,10,000 is a part of your the share. Okay. Then unproviding the premium of the redemption, because the redemption at a premium. So the security premium account at the premium of redemption. So already calculated the premium on the redemption is a 5,000. So it's a 5,000 is a premium on the redemption. And the redeem the preference shares at a premium. Redeem the preference shares redemption at a premium. So journal entry is a 7% redeem preference share capital account at a premium on redemption account. So this class redeem class specify the class 7% redeem preference share capital account that to the premium redemption. The face value amount, that is a 1 lakh is the face value amount. This is 2,000 into 50. The 2,000 into 50 is a 1 lakh, and premium amount it's a 5,000. So 5,000 to the preference shareholders is a 1 lakh 5,000. And the last entry, the payment will be made to the preference shareholders. It's a preference shareholders account at the bank. It's a 1 lakh 5,000. നേരത്തെ ചെയ്ത ക്വസ്റ്റിൻ്റെ ഒരു പാറ്റേൺ തന്നെയാണ്, പക്ഷെ അതിൽ ഷെയർസ് partly paid up ആയിരുന്നു, പക്ഷെ ഇവിടെ shares fully paid up ആണ്. So once again the find out the redemption pattern is the form of the shares, and the shares are the fully paid up. Shares are all other fully paid up. The equity share issued at a premium. The equity shares are 10 rupee face value issued at a premium. They are issued the sufficient number of equity shares. The redemption in the form of the shares ആണ്. The redemption at a premium, and so redemption, they redeem the preference shares at the 5% premium. The amount required for redemption of preference is 2,000 into 50. The 2,000 into 50, that is a 1 lakh, and premium redemption is a 5% of premium, that's a 1 lakh at 5% of 5,000. Therefore the amount required for redemption is 1 lakh plus 5,000, 1 lakh 5,000. Then calculate the amount required for the redemption. Okay, so this is very important element. This step, calculate the amount required for redemption of preference shares. Premium and premium illada vena inde calculation like povan. Okay, the amount required for the redemption of the preference shares without premium. So listen, without premium divided by the face value equity shares. And here the amount required for the redemption of preference shares is 1 lakh. Without premium 1 lakh. With the premium 1 lakh 5,000. Without premium is a 1 lakh divided by the face value of the equity shares, and 10 is the face value equity shares. Not premium amount, it's the face value divided by 10. So 10,000 equity shares. Then goes to journal entry at a premium. The shares are issued at a premium. Bank account at a equity share capital account at a share premium. The shares is 10,000. The 10 rupees is your the face value, and 1 rupee is your the premium, share premium. Okay, 10 into 1 is 1 lakh 10,000. And providing the premium payable of redemption, security premium account at the premium redemption, because premium treated separately. So the amount required for the redemption of the premium is 5,000. So 5,000, here the 5,000, and the redemption in the form of the redemption of the premium, the 7% redeemed preference share capital account, that the premium redemption 1 lakh 5,000. 1 lakh part of the redemption, and 5,000 is a part of the premium. 1 lakh and 5,000, 1 lakh 5,000, and the last entry payment will be made to the preference shareholders, that is a 1 lakh 5,000. So 1 lakh 5,000. Okay, so let me conclude this lecture. We discuss different patterns of the question. The first we discuss the combination of the method, the redemption of the fresh issue of share and out of profit. That's a combination of the two methods, the first method and second method, and these are the steps regarding the calculating the redemption out of the shares and profit. Suppose it is a issue in the shares and find out the amount from the profit. ചിലപ്പോൾ നമുക്ക് പലപ്പോഴും ഷെയറിൻ്റെ രൂപത്തിൽ ഇഷ്യൂ തരാം, പക്ഷെ മുഴുവൻ എമൗണ്ട് ഉണ്ടാവില്ല, ബാക്കിയുള്ള നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും, പ്രോഫിറ്റ് എന്ന് കണ്ടുപിടിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് പ്രോഫിറ്റ് എന്ന് കണ്ടുപിടിക്കൽ ഫോമുലൂടെ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. ചിലപ്പോൾ ചില സിറ്റുവേഷൻ നിങ്ങൾക്ക് പ്രോഫിറ്റ് എന്ന് പറയും, ഷെയറിൻ്റെ എണ്ണം പറയില്ല, അപ്പോൾ ഷെയറിൻ്റെ എണ്ണം നമുക്ക് അവിടെ നിന്ന് കണ്ടുപിടിക്കുന്ന ഫോമുല ഇവിടെ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്.
ഓക്കെ, ദീസ് ആർ ദ എൻട്രീസ്. നമ്മൾ ആ എൻട്രീസ് ഒക്കെ നമ്മളിവിടെ റിക്കളക്ട് ചെയ്തു. പഠിച്ച ജേണൽ എൻട്രീസ് മുഴുവൻ നമ്മളിവിടെ റിക്കളക്ട് ചെയ്യുന്ന സെക്കൻഡ് മെത്തേഡായിട്ടുള്ള പ്രോഫിറ്റ്. ദെൻ ഫസ്റ്റ് മെത്തേഡായിട്ട് പഠിച്ച ഫ്രഷ് ഇഷ്യൂ ഓഫ് ഷെയർസ്, ഇതൊക്കെ ഇവിടെ നമ്മൾ റിക്കളക്ട് ചെയ്തു. ദെൻ അതിനുശേഷം ഇതാണ് കോമ്പിനേഷൻ വന്ന പ്രോബ്ലം. ഇവിടെ ഷെയറും ഉണ്ട്, ദ ഇഷ്യൂയിങ് ഫ്രം ദ പ്രോഫിറ്റ് ആൻഡ് ദ ബാലൻസ് വിത്ത് ദ ഫ്രഷ് ഇഷ്യൂ ഓഫ് ഷെയർസ്. ഇത് രണ്ടും നമുക്ക് ഇവിടെ കോമ്പിനേഷൻ വരുന്നത്. അപ്പോൾ കോമ്പിനേഷൻ അപ്ലൈ ചെയ്തുകൊണ്ട് വേണം ഈ പ്രോബ്ലംസ് നമ്മളിവിടെ ചെയ്യാം. ദെൻ സെക്കൻഡ് മെത്തേഡ് സെക്കൻഡ് പ്രോബ്ലം ഷെയർ മാത്രമേ ആവശ്യപ്പെടുന്നുള്ളൂ. അപ്പോൾ ഷെയർ വെച്ച് മാത്രം ചെയ്യാം. പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യം പാർട്ട്ലി പെയ്ഡ് ഓഫ് ഷെയർസിനെങ്കിൽ എമൗണ്ട് കാൽക്കുലേഷൻ്റെ വരുമ്പോൾ നമ്മൾ എമൗണ്ട് മുഴുവൻ എടുത്തിട്ട് വേണം കാൽക്കുലേറ്റ് ചെയ്യാൻ. ദെൻ പ്രീമിയം ഉണ്ടെങ്കിലും റിഡംഷൻ്റെ പ്രീമിയം ആണെങ്കിൽ ദെൻ അതുപോലെ ഇക്വിറ്റി ഷെയർ ഇഷ്യൂടെ പ്രീമിയം വരുമ്പോഴും ശ്രദ്ധിക്കുക, ഈ കാൽക്കുലേഷൻ ഒരുപാട് ഇമ്പോർട്ടൻസ്. ഇവിടെ പ്രീമിയം ഇല്ലാണ്ട് വേണം നമ്മൾ ആ ഇക്വിറ്റി ഷെയറിൻ്റെ നമ്പർ കണ്ടുപിടിക്കാൻ. ദെൻ ആ പ്രോബ്ലമാണ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്തത്, ബിക്കോസ് പ്രീമിയം ട്രീറ്റഡ് സെപ്പറേറ്റ്ലി ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയും പ്രോബ്ലംസ് സ്പെസിഫൈ ചെയ്ത് 3 പ്രോബ്ലംസ് പറഞ്ഞു. 3 പാറ്റേൺസ് ഒന്നുകൂടി നമ്മൾ വാച്ച് ചെയ്ത് നോക്കുക. സംശയങ്ങൾ ചോദിക്കണം, ഡോണ്ട് വറി, കാരണം അത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് എലമെൻ്റ് ആണ്. എക്സാമിന് പലപ്പോഴും ചോദിക്കാം. നമുക്ക് ഒരിക്കലും സംശയം ഉണ്ടാകാൻ പാടില്ല, കാരണം പ്രീമിയം വരുമ്പോൾ എങ്ങനെ ട്രീറ്റ് ചെയ്യുക, അഡ്ജസ്റ്റ് ചെയ്യും. റിഡംഷൻ പ്രീമിയത്തിലാണ്, ഇപ്പോൾ സപ്പോസ് റിഡംഷൻ പ്രീമിയത്തിലാണ്, ദെൻ ഇക്വിറ്റി ഷെയർസും പ്രീമിയത്തിലാണെങ്കിൽ എങ്ങനെയാണ് ഇക്വിറ്റി ഷെയർസിൻ്റെ നമ്പർ കണ്ടുപിടിക്കുക, ആ പാറ്റേൺ അവിടെ നമ്മൾ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞത്. ഓക്കെ, താങ്ക് യു സോ മച്ച് ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് മീ.